അങ്ങനെ സമയം 5:51. നമ്മൾ സിനിമ കാണാൻ വേണ്ടി രാവിലെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കലാപമല്ല ടിക്കറ്റ് കിട്ടിയുള്ളൂ, കയറി കാണണം. രാവിലെ തന്നെ നല്ല തിരക്ക് കേട്ടാ, കാരണം രജനി പടമല്ലേ. നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്താണ് ആദർശം? ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് നീ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതെന്തായാലും LC ഇല്ലല്ലേ പടം എന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകേഷ് സംഭവം വരട്ടെ. ഇത് നമ്മുടെ ക്ലബ് എഫിൻ്റെ പുതിയ ആർജയാണ്. ഇതാണ് തിയേറ്റർ ഏരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡിലെ സ്പീക്കർ വർക്കാവില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അറിയില്ല, എനിക്ക് ആകെ എക്സ്പെക്റ്റേഷൻ ഉള്ളത് ഇത് ഹേ പടം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓരോ എണീപ്പിനും രജനീകാന്ത് മറയും. ഇവിടെ സ്ക്രീനിൽ ആരും അതുകൊണ്ട് എണീക്കരുത്. തട്ടിക്കൂട്ട് തിയേറ്ററാണ്. ലൈറ്റൊക്കെ ആണേ കേട്ടാ. മോനെ എന്റെ മോനെ സൗബിൻ ഒരു എക്സലന്റ് അല്ലേ, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാബുരാജ് വന്നത് പറഞ്ഞില്ല, പോയത് ശരിക്കും. ബാബുരാജിന്റെ റോളൊക്കെ നമുക്കൊന്ന് നമ്മൾ അന്തസ്സായിട്ട് ചെയ്യും. പെട്ടെന്ന് പോയി ഒരു ഷൂട്ടേ ഉള്ളൂ. പിന്നെ രജനീകാന്ത് ഓൾവേസ് അല്ല ഒരു സ്വാഗതം. സൗബിൻ ഒരു രക്ഷയില്ല. സൗബിൻ വേറെ ലെവല്. സൗബിൻ ഇത്രയും മാത്രം പ്രാധാന്യം അല്ലേ? സത്യം. വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ബിജു വിഷയം രക്ഷയില്ല. പിന്നെ ലോകേഷിന് ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, നാഗാർജുന പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇനി ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, അയാൾ ഇതുവരെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അമീർ ഖാൻ. അതല്ല, മറ്റേ അങ്ങേരുണ്ടല്ലോ, അങ്ങേരെ പേരെന്തോന്നു? ഉപേന്ദ്ര ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഈ ഉപേന്ദ്ര ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാം. അതിലെന്തോ ഒരു മാസ സാധനം ഒളിഞ്ഞ് നടക്കണം. അതെ, കന്നഡ ഇൻഡസ്ട്രി കുലുങ്ങാൻ ചാൻസ് ഉണ്ട് ഉറപ്പായിട്ട്. അയാളെ റൂമിൻ്റെ അകത്ത് ഇതുവരെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഇൻട്രോയിൽ എന്തോ ലോകേഷാണ് പറഞ്ഞത്. ഇൻട്രോയിൽ ഭയങ്കര സീനായിരുന്നു. അത് തോന്നിയില്ല. അങ്ങനെ തോന്നുന്നു ഇല്ല, അത്രയില്ല. നോക്കാം. പടം കണ്ടിറങ്ങി. അതെ, കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം അല്ലേ? പക്ഷേ ഞാൻ വിചാരിച്ചത്ര ഇല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയും വന്നിട്ടില്ല. പക്ഷെ രജനി സാറ് പൊളി. ഓറ അത് അങ്ങനെ തന്നെയാണ്. രസമാണ്, പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ പടം നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയില്ല. ലോകേഷ് പടം പ്രതീക്ഷിച്ചപ്പോ അത്രയും കിട്ടിയില്ല. അതെ, ഉപേന്ദ്ര ലാസ്റ്റ് വരെ റൂമിൽ പൂട്ടിയിട്ടേക്കായിരുന്നു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് പല റോൾസ് ആയാലും ഉപേന്ദ്ര ആയാലും ഇപ്പൊ നാഗാർജുന ഭയങ്കര രസമായിരുന്നു. ഒരു രക്ഷയില്ല. അദ്ദേഹം മാക്സിമം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉപേന്ദ്ര കഴിഞ്ഞ് നമ്മൾ അമീർ ഖാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. അമീർ ഖാൻ സ്പോയിലറായിപ്പോ. വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി അല്ലേ. പടം കണ്ടിറങ്ങി എങ്ങനെയുണ്ട്? നല്ല പടം എന്നാണ് പറയുന്നവര്. പക്ഷേ നമ്മൾ സ്പോയിലർ പോലെ എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് വർക്കായില്ല പടം, ആയാലും സൗബിൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമയുടെ അവസാനം വരാൻ സൗബിനുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ സിനിമയിലെ ഈ പഴയ കാലഘട്ടം, രജനീകാന്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പഴയ കാലഘട്ടം കാണിക്കുക, അത് AI വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വേറെ ലെവൽ കേട്ടോ. അത് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷെ അതൊക്കെ പടത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ ആ AI സംഭവം മാരക സംഭവം കേട്ടോ. പഴയ രജനീകാന്തിനെ കാണിക്കുന്നത് മുട്ടായി ഗൈസ്. അങ്ങനെ പടം മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ലോകേഷിൻ്റെ ലിയോ സിനിമയെക്കാളും നന്നായിട്ട് ഇത് വർക്കായി. പക്ഷേ ലിയോ പലരും പറഞ്ഞു ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിയോ ഓക്കെ എന്ന് തോന്നുന്നു. പക്ഷേ ലിയോയെക്കാളും ഭയങ്കരമായിട്ട് എനിക്ക് ഈ സിനിമ വർക്കായി. പക്ഷേ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ തോന്നി. ആൻഡ് ലോകേഷ് എവിടേക്ക് എന്തൊക്കെയോ കണക്ട് ചെയ്ത് വെക്കാൻ നോക്കി. പിന്നെ LCU ഇതിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ LCU അല്ല. നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കും. ഇപ്പോൾ എൻ്റെ റിവ്യൂ കണ്ടിട്ടില്ലല്ലോ പോകേണ്ടത്. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പടം കൊള്ളാം, പക്ഷേ ഒരു അത് തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ